അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ആഫ്റ്റർ സ്കൂൾ റൊട്ടീനാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ വേഗം പോയി ഫ്രഷപ്പ് ആകാം. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ റൂട്ടൊന്ന് 8:30 നിൽക്കാൻ അയക്കില്ല, വേഗം പോയി കുളിക്കാൻ പറയും. ഇങ്ങനെ കുളിച്ച് ഫ്രഷായി വന്നു. ഞാൻ ഷോക്സും മാസ്കൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, തുരട്ടു. അപ്പം തന്നെ നല്ല മഴ ഉണ്ട്. എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല മഴ ഉണ്ട് കൈസ്. അതിൻ്റെ ചില കുറവുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മൾ അസ്സർ നിസ്കരിച്ചു, ചായ കുടിക്കുകയാണ്. ഞാൻ ചായ കുടിക്കാറില്ല, ചില ടൈമിൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. ഇന്നത്തെ സ്നാക്സ് ഉള്ളിവടയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്മോൾ ബനാന കൂടിയും കഴിച്ചു. പിന്നെ എനിക്ക് പ്രിൻ്റ് എടുക്കാണ്ടായി. ഇവിടെ അടുത്ത് തന്നെ ഒരു പ്രിൻറ്റിങ് ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ മൈദ ബിസ്കരിച്ചു, പഠിക്കാനിരുന്നു ഗൈസ്. ഇത്രയും ബുക്സ് എനിക്ക് പഠിക്കാൻ. ശരിക്കും ഞാൻ വലിയ പഠിപ്പിയൊന്നുമല്ല. ഇത് ഗൈസ് ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയ തോണിയാണ്. വെറുതിരുന്നപ്പോൾ ഉണ്ടാക്കിയ ചെറിയ കുഞ്ഞു തോണിയാണ്. നമ്മൾ പറഞ്ഞു തന്നത് ഞാൻ വലിയ പഠിപ്പ് തന്നെ. ശരിക്കും ഇന്നാണ് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ, അതും ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി. അപ്പോഴത്തേക്ക് നല്ലോണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനൊരു ബുക്ക് ഉണ്ടാക്കി, അതായത് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ എഴുതാൻ ഒരു ചെറിയ ബുക്ക് ഉണ്ടാക്കി. അവിടെ തന്നെ ശരിക്കും സമയം പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഹാൻഡ് റൈറ്റ് വലിയ വൃത്തിയൊന്നുമില്ല. അങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ മദ്രസത്തെ ടൈം ടേബിൾ നോക്കി എടുത്ത് വെക്കുകയാണ്. എന്തെങ്കിലും എഴുതാണ്ടോ എന്നൊക്കെ നോക്കി മദ്രസത്ത് എടുത്ത് വെക്കുകയാണ്. ഞാൻ ആകെ മദ്രസക്ക് കുറച്ച് ബുക്സും ഒരു പെന്നും ഒരു ടവലും മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. നിങ്ങളെന്തൊക്കെ കൊണ്ടുപോകുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഡയറി എഴുതാൻ, ഞാൻ എന്നും ഡയറി എഴുതും. പക്ഷേ എന്നും രാത്രിയല്ല എഴുതുക. ചിലപ്പോൾ എനിക്ക് മടിയാകുമ്പോൾ പിറ്റേന്നായിരിക്കും ഞാൻ എഴുതുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എഴുതാം. ഞാൻ ഭയങ്കര മടിയുള്ളൊരു പേഴ്സണാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഡയറി എഴുതി. പിന്നെ സ്കൂൾ ബാഗ് പാക്കിംഗ് ആണ്. എനിക്ക് 11 ബുക്സ് ഉണ്ട്. ഞാൻ CBSE അല്ല ഗൈസ്, ഗവൺമെൻറ്റാണ്. ഈ വൈറ്റ് ബാഗ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഷോപ്പിംഗ് വ്ലോഗ് കണ്ടവർക്കറിയായിരിക്കും ഈ ബാഗിനെ. പിന്നെ ഇതാണ് എൻ്റെ പൗച്ച് ഗൈസ്. പൗച്ചും ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ എടുത്ത് വെച്ചു. ഇന്ന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊന്നും ഞാൻ കൊണ്ടുപോയിട്ടേ ഇല്ലായിരുന്നു. ഞങ്ങളെ മാത്സ് സാറാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ കേട്ടോ. സാറാണ്, നിങ്ങൾക്ക് സാറാണ് ടീച്ചറാണ്, ഏത് സബ്ജക്റ്റിൻ്റെ ടീച്ചറാണ് ക്ലാസ് ടീച്ചർ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്കൂൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാമല്ലോ. പിന്നെ നമ്മൾ അയൺ ചെയ്ത യൂണിഫോം ഒക്കെ, ഇത് അയൺ ചെയ്യണ എനിക്ക് ശരിക്കും അറിയില്ല. അയൺ ചെയ്താണല്ലോ പഠിക്കുക. എൻ്റെ അയൺ ചെയ്യണ കോലം കണ്ടാൽ നിങ്ങൾ ചിരിക്കുമെന്നറിയില്ല. ശരിക്കും ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഞാൻ അയൺ ചെയ്യുന്നത്. കൈയൊക്കെ ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാൻ ചെയ്യല് ഗൈസ്. നിങ്ങൾ അയൺ ചെയ്യണുണ്ടോ ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഞാൻ വേഗം പോയി മഗ്‌രിബ് ഇശാ നിസ്കരിച്ചു കിടക്കാൻ പോയി. അടുത്ത വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ.